ഹായ് ഓൾ, ഇത് കണ്ടോ? നമ്മളുടെ റീലിന്റെ അണ്ടറിൽ തന്നെ ആമസോണിന്റെ പ്രൊഡക്റ്റിന്റെ ലിങ്ക് വെച്ചിട്ട് ആ പ്രൊഡക്റ്റിന്റെ ലിങ്കിൽ നമ്മളുടെ ഫോളോവേഴ്സ് കാണുന്നവർ അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡയറക്റ്റ് ആമസോണിന്റെ സൈറ്റിലേക്ക് പോകും. അവർ അവിടെ നിന്നും സാധനം പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾക്ക് അതിൽ നിന്നും ഒരു നിശ്ചിത സംഖ്യ നമ്മളുടെ അക്കൗണ്ടിലേക്ക് എത്തും. ഒരു കമ്മീഷനായിട്ട് നമുക്ക് നമ്മുടെ അക്കൗണ്ടിലേക്ക് എത്തും. ഇത് പല ആൾക്കാർക്കും അറിയില്ല. നമ്മൾ ഫേസ്ബുക്കിൽ നമ്മൾ റീൽ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ഫോട്ടോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് അവിടെ കാണാൻ സാധിക്കും. ഉദാഹരണത്തിന് ഞാൻ കാണിക്കാം. അവിടെ റീല് ഞാൻ ക്ലിക്ക് ചെയ്തിട്ട് ഏതെങ്കിലും ചെറിയൊരു ഷോർട്ട് വീഡിയോ ഞാനിപ്പം അതിലേക്ക് അപ്ലോഡ് ചെയ്ത് കൊടുക്കുന്നു. ഉദാഹരണത്തിന് ഞാൻ ഈ ചെറിയൊരു ഷോർട്ട് വീഡിയോ നെക്സ്റ്റ് അടിച്ച് തന്നെ അതിനുശേഷം നമുക്ക് താഴേക്ക് പോയി കഴിഞ്ഞാൽ നമുക്കിവിടെ കാണാൻ സാധിക്കും സി മോർ സെറ്റിംഗ്സ് എന്ന് ഇവിടെ കാണാൻ സാധിക്കും. സി മോർ സെറ്റിംഗ്സിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഏൺ മണി എന്ന് ഇവിടെ കാണാൻ സാധിക്കും. ഈ ഏൺ മണിയിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ ആഡ് പ്രൊഡക്റ്റ് ലിങ്ക്, ഈ സംഭവം ഏകദേശം എല്ലാവർക്കും ലഭിച്ചിട്ടുണ്ട്. മോണിറ്റൈസേഷൻ ആവാത്തവർക്കും ഈ ഒരു ടൂള് ലഭിക്കുന്നുണ്ട്. ഈ ടൂളിന്റെ ഉപയോഗം പല ആൾക്കാർക്കും അറിയില്ല. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട വീഡിയോ ആണ് ഞാൻ ഇന്ന് ചെയ്യുന്നത്. ഇതിൽ നമ്മൾ ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾക്ക് ഇവിടെ ഉള്ള URL നമ്മൾ ആമസോണിൽ നിന്നുള്ള ലിങ്ക് നമ്മൾ ഇതിലേക്ക് പേസ്റ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ആ ലിങ്കിലുള്ള പ്രൊഡക്റ്റ് എന്താണ് അത് ഫേസ്ബുക്കിന്റെ റീലിന്റെ മുകൾ ഭാഗം തന്നെ കാണിക്കും. അല്ലെങ്കിൽ ഫോട്ടോന്റെ കൂടി നമ്മൾ ചെയ്തു കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഫോട്ടോയിൽ ചെയ്തു കൊടുത്തു കഴിഞ്ഞാൽ നമ്മളുടെ കമന്റിൽ ഫസ്റ്റ് പിന്നായിട്ട് തന്നെ അത് കാണിക്കും. മുകളിൽ തന്നെ അവിടെ ടോപ്പായിട്ട് അവിടെ കാണിക്കും. അതിലേ കൂടിയും ആരെങ്കിലും പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾക്ക് അതിൽ നിന്നുള്ള കമ്മീഷൻ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ ഇത് ചെയ്യണമെങ്കിൽ നമ്മൾ ആദ്യം ആമസോണിന്റെ അഫിലിയേറ്റഡ് അസോസിയേറ്റ് ആവണം. വീഡിയോ കുറച്ച് ലെങ്ത് ആവും. അപ്പോൾ നിങ്ങൾക്ക് നല്ലൊരു അറിവാണ്. പരമാവധി സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക. അതായത് ഏകദേശം ഒരു 10 മിനിറ്റിൽ കൂടുതലാവും. അപ്പോൾ ഇവിടെ ക്രോം ഓപ്പൺ ചെയ്ത് നമ്മൾ ഈ സെർച്ച് ബാറിൽ നമ്മൾ ക്ലിക്ക് ചെയ്തിട്ട് അവിടെ ആമസോൺ അഫിലിയേറ്റഡ് എന്നടിക്കുക. ആദ്യം ആമസോൺ അഫിലിയേറ്റ് അടിച്ചു കഴിഞ്ഞാൽ നമുക്കിവിടെ ആമസോൺ അസോസിയേറ്റഡ് എന്ന് ഇവിടെ കാണാൻ സാധിക്കും. തൊട്ട് താഴെ തന്നെ അവിടെ ക്ലിക്ക് ചെയ്യാം. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ ഇങ്ങനെ സൈനപ്പ് എന്നുള്ള ഒരു ഭാഗം അവിടെ കാണാൻ സാധിക്കും. അതായത് നമ്മൾ ഇതുവരെ ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ അവിടെ സൈനപ്പ് എന്ന് കാണിക്കും. ഞാനിപ്പോൾ കുറച്ചും കൂടി സൂം ആക്കിയിട്ട് കാണിക്കാം. ഓക്കെ, ഇതിപ്പം ക്രോമിലായതുകൊണ്ട് വളരെ ചെറിയ ലെറ്ററിലായിരിക്കും കാണുന്നത്. അപ്പോൾ ആ സൈനപ്പിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇങ്ങനൊരു ഇന്റർഫേസ് ആയിരിക്കും വരുന്നത്. ആദ്യം അക്കൗണ്ട് ഇൻഫർമേഷൻ, പിന്നെ വെബ്സൈറ്റ്, അതിൻ്റെ മൊബൈൽ ആപ്പ് ലിസ്റ്റ്, പിന്നെ പ്രൊഫൈല്, പിന്നെ അതുപോലെ തന്നെ സ്റ്റാർട്ട് യൂസിങ് അസോസിയേറ്റഡ് സെന്റർ. ഓക്കെ, അപ്പോൾ നിലവിൽ നമ്മൾ പിന്നെ ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഇങ്ങനൊരു ഇന്റർഫേസ് ആയിരിക്കും വരുന്നത്. അപ്പോൾ നമ്മൾ താഴെ നമ്മളുടെ നിലവിലുള്ള അഡ്രസ്സ്, അതായത് നമ്മൾ ഏത് മെയിൽ ഐഡിയിലാണോ ഓപ്പൺ ചെയ്ത് ആ മെയിൽ ഐഡിന്റെ അഡ്രസ്സ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. അല്ലെങ്കിൽ നിങ്ങൾ ആമസോണിൽ നിങ്ങൾ ഓൾറെഡി പർച്ചേസ് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിൽ പല അഡ്രസ്സും അവിടെ കൊടുത്തിട്ടുണ്ടാവും. ആ അഡ്രസ്സും ഇവിടെ ഓട്ടോമാറ്റിക്കായിട്ട് വരുന്നതായിരിക്കും. ഓക്കെ, നിലവിൽ ഞാൻ 4 അഡ്രസ്സ് കൊടുത്തിട്ടുണ്ട്. ആ 4 അഡ്രസ്സും ഇവിടെ കാണാൻ സാധിക്കും. ഓക്കെ, നിലവിൽ ഞാനിപ്പം ഈ ഒരു അഡ്രസ്സ് നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടി ഞാൻ ഓൾറെഡി മുമ്പ് ഞാൻ അഫിലിയേറ്റഡ് അസോസിയേറ്റഡ് ആയതാണ് പിന്നെ ആമസോണിന്റെ. അപ്പോൾ ഞാൻ ഈ ഒരു പിന്നെ അഡ്രസ്സ് ഞാൻ സെലക്ട് ദിസ് അഡ്രസ്. ഓക്കെ, അതിനുശേഷം നമ്മളോട് ഇവിടെ ചോദിക്കും, ഇവിടെ തൊട്ട് താഴെ തന്നെ ഹു ഇസ് ദ മെയിൻ കോണ്ടാക്ട് ഫോർ ദിസ് അക്കൗണ്ട്, അതായത് ഇതിന്റെ മെയിൻ കോണ്ടാക്ട് ആരാണെന്ന് അത് ചോദിക്കുന്നത്. ദ പേ ലിസ്റ്റഡ് അബവ്, അതായത് അത് നമ്മൾ തൊട്ട് താഴെ തന്നെയുള്ള ആ ടോട്ടൽ ക്ലിക്ക് ചെയ്യുക. അതായത് നമ്മൾ ഈ മുകളിലുള്ള പിന്നെ ഈ ലിസ്റ്റിലുള്ള പേരാണ് ആരാണോ അത് തന്നെയാണ് ഇതിന്റെ മെയിൻ ആൾ, അതായത് കോണ്ടാക്ട് ഫോർ ദിസ് അക്കൗണ്ട്. ഇവരായിട്ടാണ് കോണ്ടാക്റ്റും കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത്. ഓക്കെ, അതിനുശേഷം നമുക്ക് താഴേക്ക് പോയി കഴിഞ്ഞാൽ നമുക്കിവിടെ ഫോർ ടാക്സ് പർപ്പസ് ആർ യു യുഎസ് പേഴ്സൺ ആണോ എന്നാണ് ചോദിക്കുന്നത്. അപ്പം നമ്മൾ US പേഴ്സൺ അല്ല. അപ്പോൾ നമ്മളിവിടെ ഈ നോന്റെ ഭാഗത്ത് നമ്മൾ ടിക്കറ്റ് കൊടുക്കാം. ഓക്കെ, അത് കൊടുത്തതിന് ശേഷം നെക്സ്റ്റ്, ഇവിടെ കാണുന്ന നെക്സ്റ്റിൽ ക്ലിക്ക് ചെയ്യാം. നമ്മൾ നെക്സ്റ്റ് അടിച്ചു കൊടുത്തതിന് ശേഷം പിന്നീട് നമുക്ക് ഇങ്ങനെ ഒരു ഇന്റർഫേസ് ആയിരിക്കും വരുന്നത്. അപ്പോൾ നമ്മൾ ഇവിടെ എന്താ ചെയ്യുക, നമ്മളോട് എൻ്റർ യുവർ വെബ്സൈറ്റ് ചോദിക്കുന്നത്. അതുപോലെ തന്നെ എൻ്റർ യുവർ മൊബൈൽ ആപ്പ്. ഈ എൻ്റർ യുവർ വെബ്സൈറ്റിൽ നമ്മളെ ഫേസ്ബുക്കിന്റെ ലിങ്ക് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കാം. ലിങ്ക് ഇവിടെ ലഭിക്കും. കോപ്പി ലിങ്ക് ആക്കി കണ്ടിന്യൂ അടിച്ച് അതിന് നമ്മൾ നേരത്തെ ഇവിടേക്ക് പോയിട്ട് എൻ്റർ യുവർ വെബ്സൈറ്റിന്റെ ഭാഗത്ത്, അതായത് ഈ ഒരു ഭാഗത്ത് നമ്മൾ അത് പേസ്റ്റ് ചെയ്ത് കൊടുക്കാം. പേസ്റ്റ് ചെയ്ത് കൊടുത്തിട്ട് നമ്മളവിടെ പേസ്റ്റ് ചെയ്തതിന് ശേഷം നമ്മളിവിടെ ആഡ് ചെയ്തതിന് ശേഷം നമ്മളിവിടെ നെക്സ്റ്റ് അടിച്ചു കൊടുക്കാം.
നെക്സ്റ്റ് അടിച്ച് കുറച്ച് സമയത്തിന് ശേഷം വേറൊരു ഇന്റർഫേസിലേക്ക് പോയി. പിന്നീട് നമ്മളോട് ചോദിക്കുന്നത് വാട്ട് ഈസ് യുവർ പ്രിഫേർഡ് അസോസിയേറ്റ് സ്റ്റോർ ഐ ഡി. നമ്മളോട് സ്റ്റോർ ഐ ഡി ചോദിക്കുകയാണ്. അതായത് നമ്മുടെ കമ്പനിയുടെ പേരും അതിന് കൂടെ എന്തെങ്കിലും ഒരു നമ്പറോ കാര്യങ്ങളോ വെച്ചിട്ട് ഒരു ഐ ഡി നമ്മൾ ആദ്യം ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ ഞാൻ അവിടെ നമ്മുടെ കമ്പനിയുടെ പേര് എന്നിട്ട് അവിടെ 1 2 3 കമ്പനിയുടെ പേരും അതിൻ്റെ കൂടെ ഒരു 2 3 നമ്പറും വെച്ച് കൊടുത്ത് പിന്നെ അതിൻ്റെ തൊട്ട് താഴെ ചോദിക്കുന്നത് വാട്ട് ആർ യുവർ വെബ്സൈറ്റ് ഓർ മൊബൈൽ ആപ്സ് അബൌട്ട്. നമ്മളെ വെബ്സൈറ്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ എന്താണ് അത് ഇതിൽ കൊടുക്കാനാണ് പറയുന്നത്. അപ്പോൾ എൻ്റെ ഒരു ചെറിയൊരു കമ്പനിയാണ്, സ്മോൾ കമ്പനി. ഞാനവിടെ കമ്പനി അവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്ത് അപ്പോൾ അതിൻ്റെ താഴെ നമ്മളോട് ചോദിക്കുന്നത് വാട്ട് ടൈപ്പ് ആർ യു വെബ്സൈറ്റ് ഓർ മൊബൈൽ ആപ്പ്. ഏത് ടൈപ്പിലുള്ള വെബ്സൈറ്റ് ആണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മളവിടെ സോഷ്യൽ മീഡിയ പേജ് ഗ്രൂപ്പ് നമ്മളവിടെ അടിച്ചു കൊടുക്കുക, ടിക്കറ്റ് കൊടുക്കുക. പിന്നീട് നമ്മൾ ചോദിക്കുന്നത് ഹൗ ഡിഡ് യു ഹിയർ അബൌട്ട് അസ്. അവരുടെ കാര്യങ്ങൾ എങ്ങനെയാണ് നമ്മൾ അറിഞ്ഞെന്ന് ചോദിക്കുന്നത്. അപ്പോൾ നമ്മളവിടെ സെലക്റ്റിൽ ക്ലിക്ക് ചെയ്യുക. ഓൺലൈൻ സെർച്ച് ആക്കണമെങ്കിൽ ഓൺലൈൻ സെർച്ച് ആക്കുക, അല്ലെങ്കിൽ ഫ്രം ദ ആമസോൺ ഇൻസൈറ്റിലാണ് അങ്ങനെ ആക്കുക. അപ്പോൾ നമുക്ക് എന്ത് വേണമെങ്കിലും അവിടെ കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ താഴെയുള്ള ഈ വേർഡ് ഓഫ് മൗത്ത് ആണ് ക്ലിക്ക് ചെയ്ത് കൊടുക്കുന്നത്. ക്ലിക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഇവിടെ ടിക്കറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ടിക്കറ്റ് കൊടുത്തിട്ട് നമ്മൾ ഫിനിഷ് അടിച്ചു കഴിഞ്ഞാൽ അടുത്തൊരു ഇന്റർഫേസിലേക്ക് പോകും. ഇവിടെ ഫിനിഷ് അടിക്കുക. ഫിനിഷ് അടിച്ചു കഴിഞ്ഞാൽ അതും അവിടെ സക്സസ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇപ്പോൾ നിലവിൽ കൺഗ്രാറ്റ്സ് ഷാജിദ് കേസി, താങ്ക് യു ഫോർ അപ്ലൈയിങ് ദ ആമസോൺ ഇൻ അസോസിയേറ്റ് പ്രോഗ്രാം. യുവർ യുണീക്ക് അസോസിയേറ്റ് ഐ ഡി ക്ലീൻ സിറ്റി പാപ്പ് -21. ഇതാണ് എൻ്റെ ഒരു ഐ ഡി അവർ തന്നെ തന്നത്. പിന്നെ അതുകൂടാതെ തന്നെ നമുക്കിപ്പം ഡീറ്റെയിൽസ്, അതായത് നമുക്ക് പേയ്മെൻറ്റും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യണമെങ്കിൽ ഇപ്പം തന്നെ ചെയ്തു കൊടുക്കുക. ഇനി പിന്നെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നെ ചെയ്തു കൊടുക്കാം. അപ്പോൾ ഞാൻ ഇപ്പം ചെയ്തു കൊടുക്കുന്നില്ല, കാരണം അത് നിങ്ങൾക്ക് ചെയ്യാൻ അറിയുന്നതായിരിക്കും. ഇവിടെ ഇനിയിപ്പം ആമസോൺ ഇൻ അസോസിയേറ്റിൽ ക്ലിക്ക് ചെയ്യാം. ആമസോൺ അഫിലിയേറ്റഡ് ആയെങ്കിൽ അഫിലിയേറ്റ്, ഓക്കെ, അഫിലിയേറ്റ് ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് അതിന് ശേഷം നമുക്ക് ഇവിടെ താഴെ ആമസോൺ അസോസിയേറ്റ് കാണും. അസോസിയേറ്റിൽ ക്ലിക്ക് ചെയ്യുക. അസോസിയേറ്റിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾക്ക് ഇങ്ങനൊരു ഇന്റർഫേസ് ആയിരിക്കും വരുന്നത്. അപ്പോൾ നമ്മൾക്ക് താഴെ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും അഫിലിയേറ്റഡ് ലിങ്ക്. ഓക്കെ, ഈ അഫിലിയേറ്റ് ലിങ്കിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് നമ്മളുടെ ഈ മുകൾ ഭാഗത്ത് നമുക്ക് ഗെറ്റ് ലിങ്ക് എന്ന് കാണാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ അതിൻ്റെ തൊട്ട് താഴെ നമുക്ക് ഈ സെർച്ച് ബാറിൽ നമ്മളുടെ പ്രൊഡക്റ്റ് ഏതാണോ നമ്മൾ വെക്കാൻ ഉദ്ദേശിക്കുന്നത് അത് നമ്മളവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനൊരു മേക്കാണ് ഉദ്ദേശിക്കുന്നത്. ആ മേക്ക് ഇവിടെ കണ്ടു, ഞാനത് ക്ലിക്ക് ചെയ്ത്. ഓക്കെ, ക്ലിക്ക് ചെയ്തിട്ട് അതിൻ്റെ ലിങ്ക് നമ്മൾക്ക് ഈ തൊട്ട് മുകളിൽ തന്നെ ഇവിടെ കാണാൻ സാധിക്കും. ഈ ലിങ്കിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ അതിൻ്റെ ലിങ്ക് ഇവിടെ വരുന്നതായിരിക്കും, താഴെ വരുന്നതായിരിക്കും. ഇവിടെ 2 ടൈപ്പ് ഉണ്ട്, ഷോർട്ട് ലിങ്ക്, ഫുൾ ലിങ്ക്. നമ്മൾ ആ ഷോർട്ട് ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, ഷോർട്ട് ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഷോർട്ട് ആയിട്ടായിരിക്കും ലിങ്ക് വരുന്നത്. ഇതിൻ്റെ കമ്മീഷൻ നമുക്കിവിടെ കാണാൻ സാധിക്കും. 4% കമ്മീഷൻ ഇവിടെ കാണിക്കുന്നുണ്ട്. മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻ്റ് ആണ് കാറ്റഗറി. 1898 ആണ്. 4% എന്ന് പറയുമ്പോൾ പിന്നെ ഒരു 180 ആകുമ്പോൾ 10%, 190 ആകുമ്പോൾ അപ്പോൾ 4% എന്ന് പറയുമ്പോൾ 4 × 19 ഇൻറ്റു ചെയ്താൽ മതി. അപ്പോൾ അതിൻ്റെ എമൗണ്ട് നമുക്ക് കാണാൻ സാധിക്കുന്നതായിരിക്കും. അതിൻ്റെ ലിങ്ക് ഞാനിപ്പം പേസ്റ്റ് ചെയ്തില്ല. അവിടെ ലിങ്കിൽ ഞാൻ ക്ലിക്ക് ചെയ്ത് ലോങ് പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കത് കോപ്പി ചെയ്യാൻ പറ്റും. കോപ്പി ചെയ്യാനുള്ള ഓപ്ഷൻ വരും. അവിടെ കോപ്പി ക്ലിക്ക് ചെയ്യുക. കോപ്പി ക്ലിക്ക് ചെയ്തതിന് ശേഷം പിന്നെ നമ്മൾ ഫേസ്ബുക്കിലേക്ക് പോവാം. ഫേസ്ബുക്കിലേക്ക് പോയിട്ട് നമ്മൾക്ക് വേണ്ടുന്നൊരു റീലോ അല്ലെങ്കിൽ വീഡിയോ, ഓക്കെ, അപ്പോൾ ഞാനിപ്പോൾ ഫേസ്ബുക്കിലേക്ക് പോയി ഒരു റീൽ, ഈ റീലിൻ്റെ ഭാഗത്ത് ഞാൻ ക്ലിക്ക് ചെയ്ത് ഞാൻ ഈ ഒരു വീഡിയോ ഞാൻ സെലക്ട് ആക്കിയതിന് ശേഷം നെക്സ്റ്റ് അടിച്ചു കൊടുത്ത് നെക്സ്റ്റ് അടിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് ഇവിടെ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തതിന് ശേഷം ഡിസ്ക്രിപ്ഷനൊക്കെ കൊടുത്തതിന് ശേഷം താഴേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും സീ മോർ സെറ്റിംഗ്സ് എന്ന് ഇവിടെ കാണാൻ സാധിക്കും. ഈ സീ മോർ സെറ്റിംഗ്സിൽ ക്ലിക്ക് ചെയ്യുക. സീ മോർ സെറ്റിംഗ്സിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഏൺ മണി എന്നുള്ള ഒരു ഓപ്ഷൻ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. അതിൻ്റെ താഴെ തന്നെ ഏൺ മണി, അവിടെ വീണ്ടും ക്ലിക്ക് ചെയ്യുക. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ആഡ് പ്രൊഡക്റ്റ് ലിങ്ക് എന്ന് ഇവിടെ കാണാം. ഓക്കെ, ഇപ്പം നിലവിൽ ഇതിൽ ഒന്നും കിട്ടിയിട്ടില്ല. കണ്ടന്റ് മോണിറ്റൈസേഷൻ ടൂളും കിട്ടിയില്ല, സ്റ്റാറും കിട്ടിയിട്ടില്ല, സബ്സ്ക്രിപ്ഷൻ ഒന്നും കിട്ടാത്തൊരു അക്കൗണ്ടാണിത്. ഇവിടെ നമുക്ക് ആഡ് പ്രൊഡക്റ്റ് ലിങ്ക് ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളവിടെ
അവിടെ ക്ലിക്ക് ചെയ്യുക. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും വരുന്നത്. ഞാൻ തുടക്കത്തിൽ കാണിച്ചെന്ന ഇൻ്റർഫേസ്. അപ്പോൾ നമ്മൾ അവിടുന്ന് കോപ്പി ചെയ്ത ലിങ്ക് നമ്മൾ ഇവിടെ പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. പേസ്റ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ അതിൻ്റെ പേരോ കാര്യങ്ങൾ എന്തെങ്കിലും വെക്കണമെന്നുണ്ടെങ്കിൽ വെച്ച് കൊടുക്കുക. അതായത് അതിനുശേഷം നമ്മളിവിടെ ഈ മുകളിലുള്ള ഈ ഭാഗത്ത് നമ്മൾ സേവ് അടിച്ചു കൊടുക്കുക. സേവ് അടിച്ചു കൊടുത്തതിന് ശേഷം നമ്മളിവിടെ ഷെയർ നൗ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ വീഡിയോ അപ്ലോഡ് ആവുന്നതായിരിക്കും. ഇനി നമുക്ക് നോക്കാം നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുള്ള വീഡിയോയിൽ ആ ലിങ്ക് വരുന്നുണ്ടോ നോക്കാം. അപ്പോൾ ആ വീഡിയോ അപ്ലോഡ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് നോക്കാം. നമ്മൾക്ക് അപ്ലോഡ് ചെയ്ത വീഡിയോയിൽ ആ ഒരു പരസ്യം തന്നെയൊക്കെ. അപ്പോൾ നമ്മൾ ഇത് ഇപ്പോൾ നിലവിൽ ഇങ്ങനെ നമുക്ക് ആ ലിങ്ക് കാണൂല. നമ്മൾ ആ ലിങ്ക് കാണുന്നവർ ആ വീഡിയോ റീല് ക്ലിക്ക് ചെയ്യണം. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് താഴേക്ക് വരുന്ന കാണാം. ഇവിടെ ഓൾറെഡി ഇപ്പോൾ വന്നിട്ടുണ്ട്, ബെസ്റ്റ് മേക്ക് ഫോർ വ്ളോഗർ എന്ന് ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളവിടെ കാണുന്ന ഫോളോവേഴ്സ് അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നേരെ ആമസോണിൻ്റെ സൈറ്റിലായിരിക്കും പോകുന്നത്. നോക്കാം, ആമസോണിൻ്റെ നമ്മൾ കൊടുത്തിരുന്ന പരസ്യത്തിലേക്ക് പോകുന്നത്. ഇനിയിപ്പോൾ ഇവിടുന്ന് ആരെങ്കിലും ഈ പ്രൊഡക്റ്റ് വാങ്ങിയിട്ടുണ്ടെങ്കിൽ 4% കമ്മീഷൻ നമ്മളുടെ അക്കൗണ്ടിലേക്ക് വരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇങ്ങനെയുള്ള ഒരു കാര്യം കൂടി ഫേസ്ബുക്കിലുണ്ട്. പല ആൾക്കാർക്കും ഇതിനെക്കുറിച്ചിട്ട് അറിയില്ല. അപ്പോൾ അറിയാത്തവർ തീർച്ചയായിട്ടും ഈ വീഡിയോ മൊത്തത്തിൽ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്കും യൂസ്ഫുൾ ആവും. നിങ്ങൾക്കും ഏണിങ്സ്, നിങ്ങൾക്ക് പിന്നെ മോണിറ്റൈസേഷൻ ആയില്ലെങ്കിലും ഇത് മുഖാന്തരം നിങ്ങൾക്ക് ഏണിങ്സ് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. നിങ്ങൾ റീൽസിൽ മാത്രമല്ല, നിങ്ങൾ ഫോട്ടോയിലും നിങ്ങൾക്ക് ഇത് ചെയ്യാൻ പറ്റും. ഫോട്ടോയിൽ കമൻറ്റിൽ പിൻ ചെയ്തിട്ട് വെക്കാൻ പറ്റും. അല്ലാതെ തന്നെ നിങ്ങൾ ഇതിൻ്റെ ഫോട്ടോ തന്നെ നിങ്ങൾ പിന്നെ ഡൗൺലോഡ് ആക്കി വെച്ചിട്ട് ആ ഫോട്ടോ നിങ്ങൾ ഫേസ്ബുക്കിൽ ഷെയർ ചെയ്തിട്ട് അതിൻ്റെ കൂടെ അതിൻ്റെ ലിങ്ക് താഴെ കമൻറ്റിൽ ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാലും അങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന തന്നെയായിരിക്കും. അപ്പോൾ നിങ്ങൾ പരമാവധി യൂസ്ഫുൾ ഒക്കെ ഇങ്ങനെ നല്ല രീതിയിൽ കമ്മീഷൻ നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കുന്നതായിരിക്കും. കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതുന്നു. വീഡിയോ കുറച്ച് ലെങ്ത് ആണ്, എന്നാലും നിങ്ങൾക്ക് യൂസ്ഫുൾ ആയ ഒരു വീഡിയോ ആണ്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഫേസ്ബുക്കിലാണെന്നുണ്ടെങ്കിൽ ഫോളോ ചെയ്യുക, യൂട്യൂബിലാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവർക്കും ഗുഡ് ബൈ, ജയ് ഹിന്ദ്.